പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. ദൃശ്യങ്ങളിലേക്ക്. ബിജെപിക്കാരത് പണ്ടുപോലെ ചെയ്യുന്ന നമുക്കൊരു വിസ്മയമില്ല. പക്ഷെ CPM പോലത്തെ ഒരു പാർട്ടി അതിന്റെ നേതാവും എന്താ പറഞ്ഞത് UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും. വർഗീയ പ്രസ്താവനയാണ്. 42 കൊല്ലം ജമാഅത്ത് ഇസ്ലാമി CPMന്റെ കൂടെയായിരുന്നു. അന്ന് ഒരുപാട് കാലം CPM ഭരിച്ചിട്ടുണ്ട്. CPM ഭരിച്ച കാലത്ത് ജമാഅത്ത് ഇസ്ലാമി കൂടെയുള്ളപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിച്ചത്. ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കാം. CPM ഭരിച്ച കാലത്തൊക്കെ ജമാഅത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിച്ചെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. ഈ ഹിന്ദു ഐക്യവേദി നേതാവേ RV ബാബു അങ്ങേക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2001-2006 അങ്ങ് സംഘപരിവാർ സഹായം തേടിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പിന്നീട് അദ്ദേഹം ആവർത്തിച്ച് ചില ചിത്രങ്ങളും പുറത്തുവിടുകയൊക്കെ ചെയ്തു. ഇത് കൈരളിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ആ സംഘപരിവാർ സഹായം എന്തിനാണ് ഇവിടെ ഉണ്ടായില്ലല്ലോ. അവരിവിടെ ഉണ്ടായില്ലല്ലോ. അവർക്ക് ഇവിടെ വോട്ട് പോലും ഇല്ലല്ലോ, ഉണ്ടായില്ലല്ലോ. ഞാനൊക്കെ നല്ല മാർജിനിലാണ് ജയിക്കുന്നത് എല്ലാ പ്രാവശ്യവും. ഏതെങ്കിലും ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എനിക്ക് അനുകൂലമായിട്ട് പറയോ? കാരണം ഞാൻ വർഗീയതയ്ക്കെതിരായി കടുത്ത സ്റ്റാൻഡ് എടുക്കുന്ന ആളാ. ഇപ്പൊ CPM പറയണത് ഇതാണ്, ഈ വാചകമാണ് പറയുന്നത്. BJP പറയണത് എന്താ? BJP പറയുന്നത് ഞാൻ ഹിന്ദു വിരുദ്ധനാണെന്ന് പറയും. ഹിന്ദു വിരുദ്ധനാണെന്ന് രണ്ടോട്ടും. എനിക്ക് BJP BDJ സ്ഥാനാർത്ഥിയെ നിർത്താതെ ആ വോട്ട് മുഴുവൻ രണ്ടാമത് വരുന്ന, അതായത് LDF സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? ഇതാണ് വർഗീയതയ്ക്കെതിരായ നിലപാട്. സെക്യുലർ പൊസിഷനിങ് ആണ്. ഒരു വെള്ളവും ചേർക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും സാരമില്ല. തെരഞ്ഞെടുപ്പിൽ ഞാൻ 2016 നേരിട്ട ആളാ ഇവിടെ. അന്ന് ഞാനൊന്ന് പറഞ്ഞു, മുന്നിൽ നിന്ന് വെട്ടേറ്റ് മരിച്ചാൽ വീരാളി പട്ട് പുറച്ചു കിടക്കും വർഗീയതയുമായിട്ടുള്ള പോരാട്ടത്തിൽ. ഇവിടെ പ്രസംഗിച്ച ആളാ ഞാൻ. ഞാൻ പറയണ കേക്ക് നിങ്ങൾ. ഇത് കയ്യിലേക്കെന്താ എത്ര ധൃതി? 2016 ഈ പറവൂരിൽ നിന്ന് ഞാൻ പ്രസംഗിച്ച ആളാ. എനിക്കെതിരായി വർഗീയ ശക്തികളെല്ലാം ഒന്നുചേർന്നു എന്നെ തോൽപ്പിക്കാൻ. ഞാൻ പറഞ്ഞു, വർഗീയതയുമായി കോംപ്രമൈസ് ഇല്ല. വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പട്ട് പുറച്ചു കിടക്കും. പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല എന്ന്. അതായത് ഞാൻ ഓടൂല, വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല, ഞാൻ പുറകിലേക്ക് ഓടൂല എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ട് ഇനി എന്നെ തോൽപ്പിക്കാൻ വന്ന വർഗീയ ശക്തികൾക്കെല്ലാം ഈ പറവൂരിലെ ജനത 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം തന്ന് എന്നെ വിജയിപ്പിച്ച. പറവൂരിൽ 20,000 എന്ന് പറഞ്ഞാൽ കണക്ക് പാർട്ടിക്കാരോട് ചോദിക്കുക, കൈരളിക്കാരൻ പോയി. ഞാൻ വെള്ളാപ്പള്ളിയൊന്നും ലക്ഷ്യം വെച്ചില്ല. ഞാൻ വർഗീയതയാണ് ലക്ഷ്യം. എനിക്കറിയത്തില്ല. അദ്ദേഹം പണ്ടും എനിക്കെതിരായി സംസാരിച്ചിട്ടുണ്ട്. അതെനിക്കറിയത്തില്ല. ഞാൻ വർഗീയവാദി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വർഗീയത പറയരുത്. നിങ്ങൾ വർഗീയത പറഞ്ഞില്ലേ, പച്ചയ്ക്ക് വർഗീയത പറഞ്ഞില്ലേ, അത് പറയരുത്. അത് ആര് പറഞ്ഞാലും പറയും. നിങ്ങൾ എന്റെ ചരിത്രം പരിശോധിച്ചു, ഞാൻ ആര് പറഞ്ഞാലും ഞാനത് പരിശോധിച്ചിട്ടുണ്ട്. SNDP NSS തമ്മിൽ കളിച്ചത് ലീഗാണെന്നും ആ ലീഗിന് അങ്ങ് SNDP NSS തമ്മിലത്തെ ബന്ധം വേർപെടുത്ത ലീഗിന് എന്ത് റോളാണ്? ഞാൻ എന്തിനാ ലീഗിനെ വലിച്ചെടുക്കണേ? മുസ്ലിം ലീഗ് ഞങ്ങളുടെ UDFലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. SNDP NSS തമ്മിലുള്ള ഐക്യം ലീഗിൽ എങ്ങനെ തകർക്കാൻ പറ്റും? പറയുന്നില്ല. എന്താണ് മുഖ്യമന്ത്രിയുടെ ലീഗ് എങ്ങനെ SNDP NSS തമ്മിൽ യോജിക്കുന്നതിന്റെ അടുത്ത് ലീഗിന് എന്ത് റോളാണ്? മുഖ്യമന്ത്രിയുടെ നാവായിട്ടാണ് വെള്ളാപ്പള്ളി പ്രതികരണങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾ ലീഗിന്റെ നാവായി മാറും, താങ്കളുടെ ശബ്ദം മുസ്ലിം ലീഗിന്റേതാണ് എന്നാണ്. അല്ല, മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ ശബ്ദം ഒന്ന് തന്നെ. ടീം UDF ആണ്, ഒറ്റ ശബ്ദമാണല്ലോ. ശരിയാണ്, അത് അംഗീകരിക്കുന്നു. ഇപ്പോ ഈ NSS SNDP ഐക്യം ആഹ്വാനം ചെയ്തുകൊണ്ട് വെള്ളാപ്പള്ളി നടത്തുന്ന ഒരു നീക്കമുണ്ടല്ലോ, ആ നീക്കത്തെ എല്ലാവരും ഒന്നിക്കട്ടെ, ആരും തെറിക്കിച്ച് നിൽക്കണ്ടെന്നാണ് ഞങ്ങളുടെ ഇത്. എല്ലാവരും വഴക്കിടണ്ട, ആരും വഴക്കിട്ട് ചേരി തിരിഞ്ഞ് നിൽക്കണ്ടെന്ന്. എല്ലാവരും ഒരുമിച്ച് നിന്നോട്ടെ. ഒരുമിച്ച് നിൽക്കുന്നത് നല്ല സന്ദേശമല്ലേ? അദ്ദേഹം വേണ്ടിയിട്ടാണോ ഈ നീക്കം നടത്തുന്നത് വെള്ളാപ്പള്ളി? അല്ല, ഞാനത് പറഞ്ഞല്ലോ. അദ്ദേഹം ആരുടെയും ഉപകരണമായി മാറരുത്. CPM-ഉം BJP-യും സംഘപരിവാറും വ്യാപകമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വർഗീയത പ്രചരിപ്പിക്കുകയാണ് കേരളത്തിൽ. മതേതര കേരളത്തിലുള്ള വെല്ലുവിളിയാണ് അവർ രണ്ടുപേരും. അവരുടെ ഉപകരണമായി അദ്ദേഹം മാറരുത്. കാരണം ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് അവരുടെ ഉപകരണമായി മാറരുത്. ഇത്രയും ഞാൻ പറഞ്ഞില്ല. അല്ലാതെ ഞാനെന്താ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി അദ്ദേഹം പറയുന്ന മുദ്രാവാക്യത്തില് മുസ്ലിം സമുദായം ഇല്ല. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് എന്തിനാ ആശങ്ക? ഞങ്ങളുടെ കൂടെ ജനങ്ങളുണ്ട്. മതേതര കേരളം ഞങ്ങളുടെ കൂടെ നിൽക്കും. കേരളത്തില്
മുഴുവൻ ആളുകളും മതേതരവാദികളാണ്. കുറെ സമുദായ നേതാക്കന്മാരും കുറെ രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി ഇറങ്ങിയിട്ടാണ് ഇവരെ കമ്മ്യൂണലാക്കണം. ഞങ്ങൾ അവരുടെ കൂടെയാണ്. ഞങ്ങൾ മതേതര ജനത ഞങ്ങളുടെ കൂടെയാണ്. ഒരു ധ്രുവീകരണത്തിനുള്ളൊരു ശ്രമമാണോ ഇപ്പൊ വെള്ളാപ്പള്ളി നടത്തുന്നത്? അല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും അങ്ങനെയൊന്നും നടത്താൻ പറ്റില്ല. കേരളത്തിലെ മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് വിദ്വേഷ പ്രചരണം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പറ്റില്ല. അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഉണ്ടാവും, UDF ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ആ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ടുള്ള ഉറച്ച നിലപാട്, മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കാത്ത നിലപാട് ഉറച്ചു നിൽക്കും. ആര് സംസാരിച്ചാലും ചെയ്യരുതെന്ന് പറയും. അതിൽ മുസ്ലിം സമുദായം ഇല്ല. അതൊക്കെ ഇതിനു മുമ്പും പറഞ്ഞല്ലോ. ഇന്ന് പുതിയ മുദ്രാവാക്യമൊന്നും അല്ലല്ലോ. ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ട് ഇത് എവിടെ നിൽക്കുന്നത്? ഇവരെല്ലാം നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കി എന്തോരം നവോത്ഥാനമാണ് ഇവരെല്ലാവരും കൂടി നടത്തിയത്. ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയിപ്പിച്ച സംഭവങ്ങളാണ്. ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വിദ്വേഷ പ്രചരണം നടത്തുന്ന എല്ലാവർക്കും കേരളം ചുട്ട മറുപടി കൊടുക്കും. ചുട്ട മറുപടി. ഞാനത് എന്റെ 2016 എന്റെ അനുഭവമാണ്. എല്ലാ വർഗീയ ശക്തികളും വന്ന് എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യാപകമായ വർഗീയ പ്രചരണം നടത്തിയപ്പോൾ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. ഞാൻ പന്ന്യൻ രവീന്ദ്രനെ തോൽപ്പിച്ചപ്പോൾ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു 2011. 2016 എനിക്ക് 20,000. അന്ന് ട്രെൻഡാണ്, LDF ട്രെൻഡാണ്. എന്റെ ഭൂരിപക്ഷം 11 നിന്ന് 20 കാരണം ജനങ്ങൾ സെക്കുലറാണ്. അവർ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇറങ്ങണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളല്ലേ. എന്റെ നിലപാട് പാർട്ടി നിലപാടല്ലേ. വർഗീയതക്കെതിരായി രാഹുൽ ഗാന്ധിയുടെ നിലപാടല്ലേ. രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യണത്? രാഹുൽ ഗാന്ധി ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യണത്? രാഹുൽ ഗാന്ധി ധീരതയോടുകൂടി കോംപ്രമൈസ് ചെയ്യാതെ ഫൈറ്റ് ചെയ്യുന്ന ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്? വർഗീയതയ്ക്കെതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. നോ കോംപ്രമൈസ് എന്നാ പറഞ്ഞേക്കണത്. ഞങ്ങളുടെ നേതാവാണ് അദ്ദേഹം. മനസ്സിലായി? അപ്പൊ കേരളത്തിൽ അത് തന്നെയാണ്, നോ കോംപ്രമൈസ്. കേരളത്തിൽ ക്രൈസ്തവര് 2026 ഉണ്ടാവും പറവൂരിലെന്ന് സംശയമുണ്ടോ? 2000 ഇവിടേക്ക് ആളുകൾക്ക് അറിയാം. ഞാൻ 25 വർഷമായില്ലേ അവരെ പ്രതിനിധി. കേരളത്തിൽ ക്രൈസ്തവര് മുസ്ലിം വിഭാഗത്തെ ഭയന്ന് കഴിയുന്നു എന്നാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത്. അങ്ങനൊരു മുസ്ലിം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ വിദ്വേഷത്തിന്റെ പ്രചരണമാണ്. അതിനോട് നമുക്ക് എതിർപ്പുള്ളൂ. വ്യക്തിപരമായി നമുക്ക് എന്താ പ്രശ്നം? വ്യക്തിപരമായി അത് എന്തൊക്കെ എന്നെ കുറിച്ച് ഇവിടെ വന്ന് പറയുന്നു. വ്യക്തിപരമായിട്ടൊന്നും ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരാളെ കുറിച്ചും പറയത്തില്ല, ഇന്നേവരെ പറഞ്ഞിട്ടില്ല, അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ മൂളാൻ പറ്റൂല. അത് പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ പറ്റുമോ? തെറ്റ് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയും. അതിന് എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. എന്റെ അച്ഛൻ തെറ്റ് പറഞ്ഞാൽ ഞാൻ പറയില്ലേ? അച്ഛന് പ്രായമുണ്ടെന്ന് ഓർത്ത് മക്കൾ അച്ഛൻ തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അച്ഛൻ അത് തെറ്റാണെന്ന് പറയില്ലേ? അതുപോലെ പ്രായമുണ്ടെന്ന് ഓർത്തിട്ട് തെറ്റ് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. മോശമായിട്ടുള്ള വാക്ക് സാധാരണ ഈ പറഞ്ഞതിനൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ മറുപടി പറയുമ്പോൾ ഏതൊക്കെ വാക്ക് ഉപയോഗിച്ച് മറുപടി പറയും? ഞാൻ അന്നും പറഞ്ഞ എന്താ? അന്ന് എന്നെ കുറിച്ച് പറഞ്ഞ എന്താണ്? വളരെ മോശമായിട്ടുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ ഒന്നും പറയില്ല എന്ന് പറയും. ഒരു വാക്കും മോശമായിട്ട് പറയില്ല. അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനവും അതിനോട് നമുക്ക് ബഹുമാനമുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്നെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ അതൊക്കെ അവിടെ കിടക്കട്ടെ. ആളുകൾ കാണുന്നുണ്ടല്ലോ എന്നെ കുറിച്ച് പറയുന്നതൊക്കെ. അദ്ദേഹം എൻഡോസ് ചെയ്തിട്ടൊന്നുമില്ല. അദ്ദേഹം വർഗീയത പറയാറില്ലല്ലോ. ഞാൻ ചോദിച്ചിട്ട് അദ്ദേഹം വർഗീയത പറയാറില്ലല്ലോ. അദ്ദേഹം വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം വർഗീയതയ്ക്കെതിരായിട്ടുള്ള സ്റ്റാൻഡാണ് സുകുമാരൻ നായർ എടുത്തിട്ടുള്ളത്. വർഗീയത ഇപ്പോഴും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ വർഗീയതയ്ക്കെതിരായി വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഗീയ ശക്തികളെയും അദ്ദേഹം എന്റർടൈൻ ചെയ്തിട്ടില്ല. വർഗീയത പറയാറില്ല. വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഞാൻ അദ്ദേഹത്തിനെതിരെ പറഞ്ഞു. നിങ്ങൾ ഈ കയ്യിലേക്ക് കയറി 42 കൊല്ല പിണറായി വിജയൻ പോയി അമീറിന്റെ കൂടെ പോയിരിക്കുന്ന അല്ല, ഞാൻ പറഞ്ഞൊക്കെ മറുപടി കേൾക്കും. ചോദിച്ചാനല്ലേ അങ്ങ് ചോദിച്ചാനല്ലേ ഞാൻ മറുപടി പറഞ്ഞു. എന്റെ ഇടയിൽ കയറണം എന്തിനാ? ഇല്ലെങ്കിൽ ചോദിച്ചോ, മുഴുവൻ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാം. അത് ചോദിച്ചല്ലോ, അത് പിന്നെ മറുപടി പറയണതിന്റെ ഇടയിൽ വീണ്ടും കയറി ചോദിക്കണെന്തിനാ? അല്ലല്ല പറയട്ടെ, ഇനി ഇടയിൽ കയറരുത്. കൈരളിക്കാരൻ ഇത് അസ്വസ്ഥരാകണെന്തിനാ? 42 കൊല്ലം നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ ഹിറ സെന്ററിൽ പോയി ഈ അമീറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ പടം ഞാൻ കാണിച്ചതാ. തലേ ദിവസം ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കോഴിക്കോട് ബന്ധം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടെ. ഇവിടെ ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധം. ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയായിട്ടല്ല, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നു, ഞങ്ങൾ സ്വീകരിച്ചു. അവിടെ പോയി അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പിന്തുണ, അവർ നല്ല ആളുകളാണെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. ഇതൊക്കെ ഇങ്ങനെ മറക്കാമോ ഇപ്പോഴത്തെ കാലത്ത്? എന്റെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക ജമാഅത്ത് ഇസ്ലാം പോയി. ഞാൻ പോയി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടി പറയാം. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിക്ക് ഞാൻ പോയി. എന്താണ്
സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേര് പരമേശ്വരൻ, പി പരമേശ്വരൻ ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന്റെ തൃശ്ശൂർ പുസ്തകം റിലീസ് ചെയ്ത് ഞാനാണ്. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഒരാൾ റിലീസ് ചെയ്ത ആ പുസ്തകം അതാരാന്നറിയാ? VS അച്യുതാനന്ദൻ. നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം ഈ ചോദിക്കുന്നതിന് നാണമുണ്ട്. VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്ത അതേ പുസ്തകം തൃശ്ശൂർ എന്നെ കൊണ്ട് റിലീസ് ചെയ്യിപ്പിച്ചു. അന്ന് എന്റെ പേര് ശുപാർശ ചെയ്തത് ശ്രീ MB വീരേന്ദ്രകുമാറാണ്. ഞാനും അദ്ദേഹവും തമ്മിലൊരു ഡൽഹിയിലേക്കൊരു ഫ്ലൈറ്റ് യാത്ര നടത്തിയപ്പോൾ ഞങ്ങളുടെ 3 മണിക്കൂർ സംഭാഷണം സ്വാമി വിവേകാനന്ദനെ കുറിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹത്തെയാണ് ബുക്ക് റിലീസ് ചെയ്യാൻ തൃശ്ശൂർ അവർ വിളിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് സമയമില്ല, ഞാനൊരു ആളെ പറഞ്ഞുതരാമെന്ന് വിവേകാനന്ദനെ കുറിച്ച് പറയാം. എന്നിട്ട് അദ്ദേഹം തന്നെ എന്നോട് വിളിച്ചു, ഒരു പരിപാടി പങ്കെടുക്കണം. ഞാൻ അന്വേഷിച്ചു ഭാരതീയ വിചാരം. അപ്പൊ തിരുവനന്തപുരത്ത് ഈ ബുക്ക് റിലീസ് ചെയ്തത് VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദനേക്കാൾ വലിയ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല കേരളത്തിൽ. അദ്ദേഹം റിലീസ് ചെയ്ത ബുക്ക് ഞാൻ തൃശ്ശൂർ റിലീസ് ചെയ്തപ്പോ ഞാൻ ഭാരതീയ വിചാര പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വെള്ളാപ്പള്ളി നടേശന് ഉള്ളൊരു മറുപടിയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെതിരെ ഒരു രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. VD സതീശൻ ഈഴ വിരോധിയാണെന്നും മുസ്ലിം ലീഗിനെ പ്രീണിപ്പിച്ച് അധികാര സ്ഥാനം നേടുകയാണ് സതീശന്റെ ലക്ഷ്യമെന്നൊക്കെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ അതിനൊരു മറുപടിയാണ് VD സതീശൻ ഇപ്പോൾ നൽകുന്നത്. കേരളത്തിന്റെ സാമുദായിക ഐക്യം വേണമെന്നൊക്കെയാണ് VD സതീശൻ പറയുന്നത്. വർഗീയത പറയുന്നവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുമാത്രമല്ല CPIM-ന്റേത് സംഘപരിവാർ തന്ത്രമാണെന്നും അധിക്ഷേപങ്ങൾക്ക് എതിരെ നിലപാടെടുക്കുമെന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം